പരലോകയാത്രയ്ക്ക് പദ്ധതിയിട്ടത് നവീൻ, അതിനായി ചോര വാർന്നു മരണം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവന്റെ മകളും മരുമകനും അധ്യാപികയായ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭാര്യയെയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ദേവിയുടെ ഭർത്താവ് നവീൻ എന്ന സൂചന. പരലോകവും അവിടെ ജീവിച്ചിരിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു. മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിൻ്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും പോലീസ് കണ്ടെത്തി. വട്ടിയൂർക്കാവ് മേലത്തുമേലെ MMRI 198 ശ്രീരാഗത്തിൽ ആര്യ ബി നായർ 29 വയസ്സ്, ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുമ്പൊയ്കയിൽ നവീൻ തോമസ് 39 വയസ്സ്, ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാമൂട് അബ്രക്കുഴി MMRI CRA കാവിൽ ദേവി 39 വയസ്സ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കുവാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം മെയ് മാസം 7 നടത്തുവാനാണ് നിശ്ചയിച്ചിരുന്നത്. ആര്യയെ 27 മുതൽ കാണാനില്ലെന്ന് കാട്ടി പിതാവ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടുന്നവരുടെ ഫോൺ നമ്പറും ഹോട്ടലിലെ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. CCTVയിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്താനായിട്ടില്ല. അതേസമയം എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുവാൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നവീനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം. ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു ആര്യ. ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. മാർച്ച് 27-നാണ് മൂവരും അരുണാചലിലേക്ക് പോയത്. അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് 100 കിലോമീറ്റർ മാറി ഇറ്റാനഗർ ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലെ 305 നമ്പർ മുറിയിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറൻറ്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ ഇന്നലെ രാവിലെ 10 കഴിഞ്ഞിട്ടും പുറത്തു കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. അകത്തുനിന്ന് പൂട്ടാതിരുന്ന മുറിയിൽ ആര്യ കട്ടിലിലും ദേവി നിലത്തും കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു. ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കുള്ളത്. ദേവിയുടെയും കൈകളിൽ മുറിവേറ്റിട്ടുണ്ട്. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയതാകാനും സാധ്യതയുണ്ടെന്ന് ഇറ്റാനഗർ പോലീസ് സംശയം ഉന്നയിച്ചു. ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകളുണ്ടാക്കി രക്തം വാർന്നാണ് മൂവരുടെയും മരണം. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ യോഗ അധ്യാപിക ലതയുടെയും മകളാണ് ദേവി. ലാറ്റക്സ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെയും ബാലാംബികയുടെയും മകളാണ് ആര്യ. കോട്ടയം മീനടം നെടുമ്പൊയ്കയിൽ റിട്ടയർഡ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ NA തോമസ് എന്ന കുഞ്ഞുമോന്റെയും KFC റിട്ടയർഡ് മാനേജർ അന്നമ്മ തോമസിന്റെയും മകനാണ് നവീൻ. നവീന്റെ സഹോദരി നീതു തോമസ് കുടുംബസമേതം അമേരിക്കയിലാണ്. നവീനും ദേവിയും 1.5 വർഷം മുമ്പും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി. അന്ന് ഒരാഴ്ച വരെ ഇവരെ കാണാതിരുന്ന സമയത്ത് വീട്ടുകാർ അന്വേഷിച്ചിരുന്നു. അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ ഈ യാത്ര. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അന്ന് ഇവരുടെ യാത്രാ വിവരം മാതാപിതാക്കൾ കണ്ടെത്തിയത്. അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങുകയായിരുന്നു. 1 വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല. ഒരു ഫാം ഹൗസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അടക്കം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി കേരളത്തിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.